ഹലോ ഫ്രണ്ട്സ്, ഐസെറ്റ് എക്സാമിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. നിങ്ങളുടെ അതിൽ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര്, കുട്ടിയുടെ പഠിക്കുന്ന സ്കൂള്, ഡിവിഷനൊക്കെ അതിലെഴുതിയതിന് ശേഷം ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നിട്ടുള്ളത് 2023 ഐസെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വീഡിയോയിൽ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ആർ ലീവ്സ് യൂസ്ഫുൾ ഫോർ പ്ലാന്റ്സ്? നമ്മളെ ചെടിക്ക് ഇലകൾ എന്തൊക്കെ കാര്യത്തിനാണ്, എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ആർ ലീവ്സ് യൂസ്ഫുൾ ഫോർ പ്ലാന്റ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്ലാന്റിന് സ്റ്റെമ്മുണ്ട്, റൂട്ടുണ്ട്, ഫ്രൂട്ടുണ്ട്, ലീഫുണ്ട്, അല്ലേ? അതേപോലെ ഫ്ലവർ ഉണ്ട്. അപ്പോൾ അതേപോലെ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഹൗ ആർ ലീവ്സ്, എങ്ങനെയാണ് ലീവ്സ് യൂസ്ഫുൾ ഫോർ പ്ലാന്റ്സ്? ഒരു ചെടിക്ക് എന്ത് സഹായമാണ്, എന്ത് യൂസാണ്, എന്ത് യൂസ്ഫുള്ളാണ് ഒരു ലീവ്സ് അല്ലെങ്കിൽ ഇലകൾ നൽകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 4 പോയിൻ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ടു പ്രിപ്പയർ ഫുഡ്, ഫോർ റീപ്രൊഡക്ഷൻ, ടു ബ്രീത്ത്, നൺ ഓഫ് ദീസ്. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, റീപ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ടു ബ്രീത്ത്. അപ്പോൾ അതിൽ നൺ ഓഫ് ദീസ്, ഇതിലൊന്നും പെട്ടതല്ല എന്നൊരു 4 കൊടുത്തിട്ടുള്ളത്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്നാമത്തത് ടു പ്രിപ്പയർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓപ്ഷൻ ബി ടു ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇലകൾ എന്തൊക്കെയാണ്, ഫുഡ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ബ്രീത്തിങ്ങിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ഫസ്റ്റ് ആൻഡ് തേർഡ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്ന സമയത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ? താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ചെടി വളരാൻ ആവശ്യമില്ലാത്തൊരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് താഴെ കൊടുത്തിട്ടുള്ളത് ഈസ് നോട്ട് എസെൻഷ്യൽ, നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം, ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ വേണ്ടാത്തൊരു സാധനം ഉണ്ട്. അപ്പോൾ അതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വാട്ടർ. നമുക്കറിയാം, ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് വാടിപ്പോവും. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് എയർ. നമ്മളൊരു അടച്ചിട്ട മുറിയിൽ കുറേ ദിവസം നമുക്കൊരു ചെടി വളർത്താൻ കഴിയില്ല. അപ്പോൾ എയർ നിർബന്ധമാണ്. സി സൺലൈറ്റ് നിർബന്ധമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തെങ്ങിൻ്റെ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ മരങ്ങൾ ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ടാവും. എവിടെ നിന്നാണോ സൺലൈറ്റ് കിട്ടുന്നത് ആ ഭാഗത്തേക്കായിരിക്കും തണലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി വളർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ സൺലൈറ്റ് ആവശ്യമാണ്. ഡി വിൻഡ്, കാറ്റ് നമുക്ക് ആവശ്യമുണ്ടാവും. എന്നാലോചിച്ച് നോക്കൂ, കാറ്റ് നിർബന്ധമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി വിൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, അല്ലേ? അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസാണ്. ആ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്ലാന്റ്സ് യൂസ് ഓക്സിജൻ ഫോർ ബ്രീത്തിങ്. ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനാണ് ബ്രീത്ത് ചെയ്യുന്നത്, ഓക്സിജനാണ് യൂസ് ചെയ്യുന്നത്. ദ റൂട്ട്സ്, വേരുകൾ ഹോൾഡ് ദ പ്ലാന്റ് ഫർമലി ഇൻ ദ സോയിൽ. ഒരു ചെടിയെ മണ്ണിൻ്റെ അടിയിൽ പിടിച്ചു നിർത്തുന്നത് ദ റൂട്ട്സ്, വേരുകളാണ്. നെക്സ്റ്റ്, മണി പ്ലാന്റ് ഈസ് എ ക്രീപ്പർ. മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു നമ്മൾ പടർന്നു പോകുന്ന വള്ളികൾ
പോലുള്ള ചെടികളുണ്ടല്ലോ, ക്രീപ്പർ എന്നതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബാംബൂ ട്രീസ് ആർ യൂസ്ഡ് ടു മേക്ക് പേപ്പർ. മുളകളാണ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതാണ്, മണി പ്ലാന്റ് ക്രീപ്പറാണ്. ബാംബൂ ട്രീസ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വേരുകളാണ് മണ്ണിൻ്റെ അടിയിൽ പ്ലാന്റുകളെ പിടിച്ചു നിർത്തുന്നത്. നമുക്കറിയാം നമ്മളാണ് ഓക്സിജൻ ബ്രീത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ് അല്ലേ. പ്ലാന്റ് നേരെ തിരിച്ചാണ്, അവർ കാർബൺ ഡൈ ഓക്സൈഡ് ബ്രീത്ത് ചെയ്യും. അപ്പോൾ പ്ലാന്റ്സ് യൂസ് ഓക്സിജൻ ഫോർ ബ്രീത്തിങ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ചെക്ക് ദ അനിമൽസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് അനിമൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഡോഗ്, ലയൺ, കൗ, ടൈഗർ, ഗോട്ട്, camel, monkey, bear, buffalo. Find the table that consists of animals that give us milk. താഴെ കൊടുത്ത ടേബിൾ എ, ടേബിൾ ബി, ടേബിൾ സി, ടേബിൾ ഡി. ഇത് നമുക്ക് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഏതാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ടേബിൾ 1A നോക്കാം. അതിൽ ബഫല്ലോ, ബിയർ, കോട്ട്, മങ്കി അതല്ല, അതിൽ നമുക്ക് മിൽക്ക് തരുന്നതല്ലാത്ത ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ ടേബിൾ എ റൈറ്റ് ആൻസർ അല്ല എന്ന് പറയാം. നെക്സ്റ്റ്, ടേബിൾ ബി നോക്കാം. ടൈഗർ, ഡോഗ്, ലയൺ. അതിലും എന്തുണ്ട്, മിൽക്ക് പ്രൊവൈഡ് ചെയ്യാത്ത അനിമൽസുകൾ ഉള്ളതുകൊണ്ട് ടേബിൾ ബി റൈറ്റ് ആൻസർ അല്ല. ടേബിൾ സി, camel, monkey, cow. അതിലും മിൽക്ക് പ്രൊവൈഡ് ചെയ്യാത്ത അനിമൽസ് ഉള്ളത് കൊണ്ട് ടേബിൾ സി അല്ല. ടേബിൾ ഡി നോക്കുമ്പോൾ കൗ, ഗോട്ട്, ബഫല്ലോ. അതിലെന്താണ്, ഈ മൂന്നും മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അനിമൽസുകളായതുകൊണ്ട് തന്നെ ടേബിൾ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ലാസ്റ്റ് നമ്മൾ ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പിക്ചർ. താഴെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലയൺ ഉണ്ട്, അതുപോലെ തന്നെ ഫോക്സ് ഉണ്ട്. ബോത്ത് ആർ കാർണിവേഴ്സ്. കാർണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറച്ചികൾ, മീറ്റ് ഐറ്റംസ് മാത്രം കഴിക്കുന്ന അനിമൽസിന് പറയുന്നതാണ് കാർണിവേഴ്സ്. അങ്ങനെയാണെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവരാണ് ഹെർബിവേഴ്സ്. വെജിറ്റബിൾ, മീറ്റ് എല്ലാം കഴിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നതാണ് ഒംനിവേഴ്സ്. ഫൈൻഡ് ഔട്ട് അനദർ കാർണിവേഴ്സ് ആനിമൽ ഫ്രം ദ ചോയ്സസ്. 4 ചോയ്സുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കാർണിവർ ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ പേര് കൂടെ ഉണ്ട്. അപ്പോൾ അതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓപ്ഷൻ എ ടൈഗർ, ഓപ്ഷൻ ബി camel, ഓപ്ഷൻ സി ബഫല്ലോ, ഓപ്ഷൻ ഡി ഗോട്ട്. നമുക്കറിയാം ഏതായിരിക്കും. ഓപ്ഷൻ എ ടൈഗർ ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇതുപോലെ മലയാളത്തിൽ ഡീറ്റെയിൽ ചെയ്ത് വിടാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി 2-4 വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്പർ നമ്മൾ അയച്ചു തരും. അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി PDF അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.